അമ്മ ഇത് കുത്തിക്കൊണ്ട് നടക്കാല്ലേ. എന്താ ക്രാങ്കിയാണോ? എന്ത് പറ്റി? കണ്ടേ രവി ലേഡി ബേർഡിന്റെ ആ ലേഡി ബേർഡിന്റെ ഭംഗിയുണ്ട്. എന്ത് രസമുണ്ട്. 2KD നെയിൽസ്. ഇവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. എന്തേവോ അമ്മ ഇത് കുത്തിക്കൊണ്ട് നടക്കാല്ലേ. ഇത് നോക്ക്, ഇത് ഭംഗിയുണ്ടല്ലേ. ചെവിയിൽ ഫുള്ളായിട്ട് ഇടുന്നതാണ്. ഇതെനിക്ക് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരാൾ ഇത് ഇടണം. ബിഗ് സിസ്റ്റർ, ലിറ്റിൽ സിസ്റ്റർ. ഇത് കൊള്ളാല്ലേ. അതും ചെയ്യാൻ പറ്റും. 3 പേർക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇത് കൊള്ളാം. ബെസ്റ്റ് ഫ്രണ്ട്സ്. മമ്മയും ഏവോളും. മമ്മ ഇത് പക്ഷെ എന്തോരം സാധനങ്ങളല്ലേ. നമുക്കൊന്നും ഇത്രയും ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൊള്ളാല്ല. ഇത് നോക്ക്, ഇത് ഭംഗിയില്ലേ. എനിക്ക് ഭംഗിയുണ്ടോ? എപ്പോൾ അവന്യൂസിൽ പോയാലും ഈ ഐക്യയിലെ ഈ ഒരു സെക്ഷന് ഞാൻ കയറും. ഐക്യയിലെ മൊത്തം ഐക്യ കയറിയില്ലെങ്കിലും ഈ ഒരു സെക്ഷനുണ്ട്. നമ്മുടെ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് ഈ സെക്ഷനുണ്ട്. അപ്പം അവിടെ ഈ ഡിസ്കൗണ്ടഡ് പ്രൈസിനൊക്കെ ചില പീസസ് നല്ല റീസണബിളായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. മോസ്റ്റ്ലി അത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന പീസസ് ആയിരിക്കും, പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു റേറ്റിന് നമുക്ക് കിട്ടും. പിന്നെ കയറുന്ന ഒരു കടയാണ് ഫ്ലൈയിങ് ടൈഗർ. ഇല്ലാത്ത സാധനങ്ങളില്ല ഇവിടെ. അയ്യോ, എല്ലാം നല്ല ക്യൂട്ട് ഇൻട്രസ്റ്റി തിങ്സ് എന്ന് പറയുന്നത് ഈ ഫ്ലൈയിങ് ടൈഗറിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അവിടെയും കൂടി ഒരു റൗണ്ട് ഓടിക്കുമ്പം
ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാവുക. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കണം. പിന്നെ എന്തോ മിഡ് ജൂലൈ സെയിലായിരുന്നു, എല്ലാ കടയിലും സെയിൽ 50, 75%, 50% പാർട്ട് സെയിൽ എല്ലാം നടക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് സെക്ഷനാണത്. H&M ഹോമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ലാവൻഡേഴ്സ്, ഡ്രൈഡ് ലാവൻഡേഴ്സിൻ്റെ ബൊക്കെ. അതൊരു എന്താ പറയുക, എന്ത് രസമാണെന്നറിയുന്നു എൻ്റെ സ്മെല്ല്. പിന്നെ സൺഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഏറ്റവും ഭംഗി ലില്ലീസാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ലില്ലീസാണ്. പിങ്കും ഉണ്ടായിരുന്നു, ഒന്ന് വൈറ്റും ഉണ്ടായിരുന്നു. ചിലപ്പോൾ വേറൊരു ഷെയ്ഡ് ഓഫ് ലില്ലീസും അവിടെ ഉണ്ടാകാറുണ്ട്. ട്യൂലിപ്സ്, മുകളിൽ ട്യൂലിപ്സ് നല്ല രസമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ യെല്ലോ റോസസാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ നോക്കി ഇവിടെ വെറുതെ നിൽക്കാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ കുറച്ച് നേരം എല്ലാം എടുത്ത് നോക്കി, ബേബി ബ്രെഡ്സൊക്കെ നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ അടുത്ത കടയിലേക്ക് ഇറങ്ങി. ഈ കട കാണാനുള്ളത് കണ്ട തീർന്നു അല്ലേ? നേരത്തെ നമ്മൾ കണ്ടത് ഹാംലെസിൻ്റെ കടയാണ്. ആ ഹാംലെസിലെ കട താവി കണ്ട ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പം നമ്മൾ റൂട്ടൊക്കെ മാറി വേറെ വഴി കൂടെ ആയിരിക്കണം അടുത്ത കടയിലോട്ട് കയറുന്നത്. ഇതൊന്നും ഭയങ്കര ക്യൂട്ടാണ് ഈ ഡ്രസ്സൊക്കെ. അയ്യോ, നല്ല തുണി. ഇതൊക്കെ ആരാ രവി? ഇതെന്താ ഇത്? രവി ഇതാ, അത് കണ്ടോ? ആരാ രവി അത്? നമുക്ക് പോവാം, നമുക്ക് ഈ വഴി പോവാം. അല്ലെങ്കിൽ തവി അത് കാണും. ഏത് വഴി പോവും നമ്മള്? ദിസ് വേ അല്ലേ? നടന്നോ? ഈ ബെൻസ് കുക്കീസും ഭയങ്കര ടേസ്റ്റിയാണ്. നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റിയാണ്, നല്ല പ്രൈസിയുമാണ്. പിന്നെ ഒരു റിച്വൽ പോലെ ഈ ഇംഗ്ലീഷ് ഹോമിലൊക്കെ ഒന്ന് കയറി അങ്ങ് നടക്കും. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ ക്രോക്കറി ഐറ്റംസ് കാണാനും പുതിയ എന്താണോ ന്യൂ ഇൻ കളക്ഷൻ കാണാനും ഒക്കെ ഒരു രസം തന്നെയാണ്. അങ്ങനെ ഇവർക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല കപ്സും. ഇംഗ്ലീഷ് തീംഡ്, ഈ കടയുടെ പേര് ഇംഗ്ലീഷ് ഹോം എന്നാണ്. ഇംഗ്ലീഷ് തീംഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിൽ കാണാൻ പറ്റും. ഇന്നുണ്ട് സീരിയൽ മഗും കപ്പും കൂടെ ഇട്ടുള്ളത്. ഇത് പോട്രി ബാൻ കിഡ്സിൻ്റെ ഷോറൂമാണ്. അപ്പോൾ ഇതായിരുന്നു അവരുടെ ബോയ്സ് സെക്ഷൻ. അതൊരു സ്പേസ് തീമിൽ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയറും ബെഡും അതിൻ്റെ ഫ്രണ്ടിലൊരു ടോയ് സ്റ്റോറേജും റോക്കറ്റിലെ ആ വിക്കറിൻ്റെ ഇത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സ്പേസ് തീമിലാണ് ബോയ്സിൻ്റെ ചെയ്തത്. തൊട്ടടുത്ത് തന്നെ ഗേൾസ് തീമിൻ്റെ ഉണ്ടായിരുന്നു, നല്ല പിങ്ക് ആയിട്ടുള്ളത്. ഇതാണ് ഗേൾസ് തീമിലെ ചെറിയ ഒരു ബെഡിങ്ങിലാണ് എൻ്റെ ഏറ്റവും നല്ല ഭംഗി ഉണ്ടായിരുന്നത്. നല്ലൊരു ഫെയറി
ഇത് വെച്ചിട്ട് മിററിൽ കൊടുത്ത ഡീറ്റെയിലിംഗ് നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് ഇത് വെച്ചിടുമ്പോൾ തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് അങ്ങ് മാറും. ആ ഒരു ഡീറ്റെയിലിംഗ് മിററിൽ കുറച്ച് അതൊരു ഗ്ലാസ് ടൈപ്പായിരുന്നു. ഗ്ലാസ് ടൈപ്പ് ഫ്ലവർ പോലെയുള്ള ഒരു സ്ട്രിങ് വെച്ചിട്ട് വെച്ചിരിക്കുന്നു. ഇത് പണ്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഇത് നമ്മൾ തുറക്കുമ്പം. പക്ഷേ ആ ഗേള് വിത്ത് മ്യൂസിക് ഡാൻസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെച്ചു അത് ആ ഗേൾ ഇങ്ങനെ പണ്ടൊരു ഡാൻസിങ് ഗേളിൻ്റെ ബോക്സ് പണ്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവിടെ കയറേണ്ടത്. പക്ഷേ ഇങ്ങനെ പിള്ളേരുടെ കുഞ്ഞു ഉടുപ്പുകൾ, ഈ പ്രായത്തിലുള്ളവരുടെ ഉടുപ്പുകൾ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കി നടക്കാൻ ഭയങ്കര രസം തന്നെയാണ്. ഡ്രസ്സ് ഇതിൽ നമ്മൾ നെയ്വിനും എടുത്ത ഡ്രസ്സ് ഇതെല്ലാം എടുത്തത്. നമ്മൾ അവന്യൂസിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്, PF ചാങ്സ്. ഇവിടെ വന്ന മെനു ഒക്കെ നോക്കുന്ന വെറുതെയാണ്. ഒരു സാധനമായിരിക്കും ഓർഡർ ചെയ്യുക, അത് ഡൈനമൈറ്റ് ഷ്രിംപ്സ്. ഇവിടുത്തെ ഡൈനമൈറ്റ് ഷ്രിംപ്സ് കഴിച്ചവർ പിന്നെ വേറെ എവിടെ നിന്നും കഴിക്കത്തില്ല. അത് കഴിച്ചവർക്കറിയാം അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ PF ചാങ്സിലെ ഡൈനമൈറ്റ് ഷ്രിംപ്സ് എന്ന് പറയുമ്പോഴേ നമുക്ക് PF ചാങ്സ് തന്നെ ഓർമ്മ വരുള്ളൂ. അതെന്തത്? എന്തത്? അതെന്തത്? ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ഡൈനമൈറ്റ് ഷ്രിംപ്സിൻ്റെ കൂടെ ചിക്കൻ ഡംപ്ലിങ്സും കൂടെ പറഞ്ഞായിരുന്നു. സ്ട്രോബെറിയുടെ വേണോ? ഫുൾ ഇഷ്ടമായോ? അയ്യോ അല്ല, സോറി തെറ്റിപ്പോയി. ഇട്ടിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. കളിച്ചു ഫിനിഷ് ചെയ്യും. ഞാൻ ഇട്ടു ഇപ്പൊ ഇവിടെ. പറ്റില്ല, ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. എവിടെ? ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ഡാർക്കായിട്ട് വരയ്ക്കാം. ഒരു പ്രശ്നം ചെയ്യാം. യു സ്റ്റാർട്ട്. ഓക്കെ, ഇനി എൻ്റെ ടേൺ. എൻ്റെ അതേ ടെക്നിക്ക് ഉപയോഗിച്ചു.
ഞാൻ ജയിക്കും, എനിക്ക് 2 വരിയുണ്ട്. ഞാനും ജയിക്കും. അയ്യോ, ഓക്കെ, കണ്ടിന്യൂ ചെയ്യും. അതെങ്ങനെ? ആ, 2 പേരും ജയിച്ചു. ലാസ്റ്റായിട്ട് സ്വീറ്റ്സിന് നമ്മുടെ ന്യൂ ഇനായിട്ടുള്ള മാംഗോ സ്റ്റിക്ക് റൈസ് വിത്ത് കോക്കനട്ട് ഐസ്ക്രീം ആയിരുന്നു. അത് ട്രൈ ചെയ്തു. പക്ഷേ നമ്മൾ ബാങ്കോക്കിൽ നിന്ന് കഴിക്കുന്ന അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒത്തൻറ്റിക് തായ്ലൻഡിൽ ചെന്നിട്ട് അവിടുത്തെ മാംഗോ സ്റ്റിക്ക് റൈസ് കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അവിടുത്തെ മാംഗോയ്ക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം അതിലാണ് നമ്മുടെ ബർത്ത്ഡേ എൻഡ് ചെയ്തത്.